എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തയ്യാറാക്കിയെടുത്താലോ? വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനതിന് പച്ചരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 6 മണിക്കൂർ ഒന്ന് കുതിരാൻ വെച്ച് അതെടുത്തതാണ് കേട്ടോ. അപ്പോൾ 6 മണിക്കൂർ കുതിർന്നാൽ മതി. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. പച്ചരി ആകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഇതൊറ്റ തവണ മാത്രമേ അരച്ചെടുക്കാനുള്ളൂ കേട്ടോ. 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം നല്ല പോലെ പഴുത്ത ചക്കയാണ്. ഈ ചക്ക ഞാനൊന്ന് നെയ്യിൽ വരട്ടിയെടുത്തതാണ്. നല്ല പോലെ വരട്ടിയെടുത്തിട്ടില്ല, ഒരു പാതി മാത്രമാണ് വരട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരട്ടിയെടുക്കുന്നില്ല, ഇത് പഴുത്ത ചക്ക അങ്ങനെ തന്നെയാണ് അരച്ചെടുക്കുന്നത്, അങ്ങനെ ചെയ്യുക. പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് ഇത് പോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്യുക ആദ്യം, പിന്നെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ, കൂടുതൽ വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരമാണിത്. മൈദയും ഗോതമ്പൊന്നും അധികം ഉപയോഗിക്കാത്ത കാലത്ത് നമ്മുടെ പച്ചരി അല്ലെങ്കിൽ ഉണങ്ങലരിയൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ പലഹാരങ്ങൾ അധികം ഉണ്ടാക്കുക. അപ്പോൾ ചക്ക കിട്ടിയാൽ ഇതുപോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചക്കയപ്പമാണ് കേട്ടോ. വളരെ ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചക്കയുടെ കാലമാണ്, അപ്പോൾ ഒത്തിരി ചക്ക കിട്ടുന്ന സമയമാണല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ പലതരം വിഭവങ്ങൾ നമ്മൾ ചക്ക കൊണ്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഒത്തിരി ചക്ക വിഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ചക്ക വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ. അപ്പോൾ ഞാൻ 2 അച്ച് ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ അത് ഇതിലേക്ക് ഇളം ചൂടോടുകൂടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുണ്ടാവാൻ പാടില്ല, ഒരു ഇളം ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ട ഒട്ടുമില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ദോശയുടെ കൂട്ടും ഇഡ്ഡലിക്കൂട്ടൊക്കെ ഉണ്ടാവില്ലേ, ആ പരുവത്തിലാണ് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഓവറായിട്ട് വെള്ളം ചേർക്കരുത്. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. അതല്ല മറ്റ് നട്ട്സുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ തേങ്ങാക്കൊത്താണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. ഇനി ഇത് നമ്മൾക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ എങ്ങനെയാണോ മാവ് ആക്കി വെച്ചത് അതുപോലെ തന്നെ അതേ ലൂസിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾക്കൊരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തടവി കൊടുക്കണം. ഞാനൊരു ആവിച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളം തിളച്ച് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഒരു 1/4 ഭാഗം മതി. നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ഒന്ന് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾക്കിത് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ കിണ്ണത്തപ്പം എന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് ഇതിന്. അപ്പോൾ ഞങ്ങൾ ചക്ക കൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചക്കയപ്പമാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ആ ചൂട് പോയാൽ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്. മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പച്ചരി വെച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരിയാണ് കേട്ടോ. ഇന്ന ബ്രാൻഡിനൊന്നുമില്ല, നമ്മൾക്ക് ഏത് പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ ഉണക്കലരിയൊക്കെ വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കിയെടുക്കാറ്. ഇപ്പോൾ ഉണക്കലരിനേക്കാൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഈ ചക്കയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു ഗ്ലാസ് അരിയും 1 കപ്പ് ചക്കയും വെച്ചിട്ട് ഞാനൊരു 3 വട്ടയപ്പമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള വട്ടയപ്പം 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ദിവസം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റും.